Hi friends, ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഭയങ്കര ഹ്യൂജ് വ്ളോഗാണ്. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, ഫ്രണ്ടും ഫാമിലി അവിടെ സെറ്റിൽഡ് ആണ്. കിരൺ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് അശ്വതി, എൻ്റെ ഒരു മോളുണ്ട് അബ എന്നാണ് പേര്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ അച്ഛൻ്റെ വേറെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, ജിഷാദായിട്ടും, പിന്നെ ആളുടെ വൈഫ് വിനീതേച്ചി, പിന്നെ അവരുടെ ഉണ്ണിയുണ്ട് കാശി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരിൽ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ 7 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ റൂമൊക്കെ എടുത്തിട്ട് രാവിലെ ഒരു 6:30 തോന്നുന്നു എത്തിയത്. 5:30-6 മണി എന്തോ ആയപ്പോൾ നമ്മളവിടെ എത്തി. എന്നിട്ട് അപ്പം തന്നെ ഉറങ്ങാൻ നിന്നില്ല, റെഡി ആയിട്ട് നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവരും ഉണ്ട് ഇവിടെ. ഇത് കാശിയാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഞെറിസും നീലും ബാക്കിലാണ് ഇരുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെയാണ് സ്പേസിലുണ്ട്, സെറ്റാണ്. പിന്നെ അതേ കിരൺ ചേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ കുറേ സ്പെഷ്യൽ പ്ലേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല ലോങ് വീഡിയോ ആവട്ടെ എന്തായാലും ഇത്. പിന്നെ നമ്മളവിടെ റൂമിൽ എത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ട്രെയിനിൽ നിന്ന് അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഉറക്കക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കുളിച്ച് റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അത് ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ചെറുതായിരുന്ന സമയത്തായിരുന്നു ഇവിടേക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്ര ബോധമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്താ അമ്പലത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കുറേ ഐതിഹ്യങ്ങളുണ്ട്, അതൊന്നും തിരിച്ചറിയാനുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് എല്ലാതും മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മറ്റേ ക്ലോക്ക് കൗണ്ടർ ഉണ്ട്, ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ പോയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ വെക്കും. എന്നിട്ട് നമ്മൾ ചുരിദാർ ഇട്ടിട്ട് കയറാൻ പാടില്ല അവിടെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും വിനീതേച്ചിക്കും എന്താ പറയുക മുണ്ടൊക്കെ എടുക്കേണ്ടി വരുന്നു ഡ്രസ്സിൻ്റെ മേലെ കൂടെ. എന്നിട്ട് എന്നെ കണ്ടിട്ട് എനിക്കും പറ്റില്ല പറഞ്ഞു. ഞാൻ ഫ്രോക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, അതും പറ്റില്ല. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ മുണ്ടെടുത്തിട്ടായിരുന്നു അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ക്ഷീണം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ, കാരണം ഭയങ്കര ആഗ്രഹിച്ച് വരുന്ന സ്ഥലമായതുകൊണ്ടാവണം. തീരെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ നിന്ന് എനിക്ക് ചൂടെടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ചൂട് മാത്രമല്ല, കാല് കുറേ കടഞ്ഞു, കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കേട്ടോ. മറ്റേ മുണ്ടെടുക്കുക, മുണ്ട് തിരിച്ചു വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പം അതാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ മീനിന് ഇങ്ങനെ തീറ്റിട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഫുഡ് എന്തോ കിട്ടി, 20 രൂപയ്ക്ക് വലിയൊരു ബൗൾ കിട്ടും. അതിൽ ഇങ്ങനെ മീനിന് തീറ്റിട്ട് കൊടുക്കുക, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ മീനുകളായിരുന്നു. അപ്പോൾ അതിങ്ങനെ തീറ്റിട്ട് കൊടുക്കണത് എല്ലാതും കൂടെ ഇങ്ങനെ വന്ന് നിൽക്കും, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതിന് തീറ്റയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഈ ഒരു കുളം ഉണ്ടല്ലോ, ആ കുളത്തിൽ നമുക്ക് നേരിട്ടിട്ട് ആ ഒരു അമ്പലത്തിൻ്റെ റിഫ്ലക്ഷൻ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മ്യൂസിയത്തിലേക്ക് പോവാണ്. മ്യൂസിയം പ്ലസ് സൂ ആണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ഇതാണ് ആബ, ആൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ്ടിരിക്കുന്നത്. ആബയ്ക്ക് എന്ന് വെച്ചാൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്നെ നമ്മൾ അശ്വതി ചേച്ചിനും ആബനും പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവരാണ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മുതൽ ഞങ്ങൾ പോണ നിമിഷം വരെ അവൾ എൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ. അപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഫാൻസ് മാത്രമല്ല, വീഡിയോസ് കാണുമോ മാത്രമല്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം എൻ്റെ കൈ പിടിച്ചായിരുന്നു നടന്നിരുന്നു. പിന്നെ സൂവിൽ പോകുമ്പോഴേ നഴ്സിൻ്റെ കൈ പിടിച്ചെന്തോ പോകുന്നുണ്ട്. പക്ഷെ അകത്തൊക്കെ മൊത്തം എൻ്റെ കൈ പിടിച്ചിട്ടാണ് ഇവിടെ നടക്കണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പം നമ്മളിവിടെ സൂവിലേക്കാണ് ആദ്യം പോയത്. മ്യൂസിയത്തേക്ക് പോകാൻ ടൈം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ സൂയിക്കാണ് പോയത്. ആകെ കറക്റ്റ് 2 ദിവസം തന്നെ തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറ്റുന്ന അത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് തന്നെ കയറിയപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ക്യാമറ ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലായിടത്തേക്കും പോകാമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൂയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതാണ് എൻട്രൻസ് ഉണ്ടായിരുന്നത്. കുറേ അനിമൽസിനെ കണ്ടു. നമ്മൾ കാണാത്ത അനിമൽസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മളെ മാനൊക്കെ ഇല്ലേ, അത് ആ ഒരു മാനിൻ്റെ സെക്ഷനിൽ തന്നെ കുറച്ചെണ്ണം ഉണ്ട്, അതിനൊന്നും കാണാത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുരങ്ങാ തോന്നുന്നു കേട്ടോ. അതാ കിടക്കണു കുരങ്ങ. അതിൻ്റെ കുട്ടിയുണ്ട് തോന്നുന്നു കയ്യിൽ, നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു കിടക്കണ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പം ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അവൾക്ക് ഇവിടെ കുറേ മുമ്പ് വന്ന് നല്ല പരിചയമുണ്ട്. അവൾ അച്ഛനമ്മയും അവർ ഫാമിലി ഇവിടെ സെറ്റില്ല. അപ്പോൾ അവൾ നല്ല പരിചയമുള്ളതുകൊണ്ട് ആൾക്കറിയാം ഇവിടെ വന്നിട്ട്. പിന്നെ അതേ നോക്കിയിട്ട് ചിരിക്കുന്നതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ് അതിന്. പിന്നെന്താ അത് കഴിഞ്ഞത് എന്തോ ഒരു മൂങ്ങയായിരുന്നു, എന്തോ പേരുണ്ടായിരുന്നു മൂങ്ങയ്ക്ക്, ഞാൻ മറന്നു കേട്ടോ. കുറേ സംഭവങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ പേര് മറന്നു. ഇനിയിപ്പോൾ ഞാൻ അറിയാത്ത പേര് പറയുന്നില്ല. പിന്നെ കാശി കുറുമ്പനാട്ടോ, അവൻ മൊത്തത്തെ ഓടിച്ചാടി നടന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെന്താ മേലെ അവിടെ ഒരു മൂങ്ങ ഇരിക്കുന്നുണ്ട്. ഓരോ മൂങ്ങയ്ക്ക് എന്തോ സ്പെഷ്യാലിറ്റി കണ്ടെന്ന സംഭവം അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയി. ഇവിടെ എന്താ പറയുക, സ്ലാൻഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, നടക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകും.
അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓടിയതാണ് അതിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് ബേർഡ്സ് ആയിരുന്നു, അവിടേക്ക് ബേർഡ്സ് ആയിരുന്നു. ഇത് വൾച്ചറായിരുന്നു കേട്ടോ. ഈ വൾച്ചറിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. അതിൻ്റെ വാൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടാവും. പിന്നെ ഇത് ക്രോക്കഡൈൽ, നമ്മുടെ സ്വന്തം മുതല. അപ്പോൾ ഈ മുതലയ്ക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള മുതലയായിരുന്നു. കാരണം അതിൻ്റെ വായ ഉണ്ടല്ലോ, എന്തോ ഒരു പേരുണ്ടായിരുന്നു. അതിൻ്റെ വായ നോർമൽ ടൈപ്പല്ല, കുറച്ചുകൂടി നീണ്ടിട്ടൊരു തുമ്പ് ഇങ്ങനെ ഉണ്ടപ്പോലെ, അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. കാടും ഇതൊക്കെ ആയിട്ടുണ്ടാവണം. നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാൽ കുറേ സൈഡിൽ ഇങ്ങനെ തണൽ പോലെ കുറേ സ്ഥലമുണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷെ കുറേ നടന്നു, കാലൊരു വിധമായിട്ടോ. പിന്നെ ഇത് പന്നിക്കരടിയാണ് കേട്ടോ. അത് പന്നിയുടെ ഒരു ഷേപ്പാണ് ആ കരടിക്ക്. പന്നിയുടെ പോലെയാണ് ഏകദേശം അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു അവിടുന്ന് അവർക്ക് വേഗം ചാടാൻ പറ്റുന്ന പോലെയാണ്. പക്ഷെ നോക്കുമ്പോൾ അടിയിലൊരു വലിയൊരു കുഴി പോലെ ഉണ്ട്. സോ അവർക്ക് ചാടാൻ പറ്റില്ല, ചാടിയല്ലെങ്കിൽ അവർ അതിലേക്ക് വീഴും. അതുകൊണ്ട് പിന്നെ ചാടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ. പിന്നെന്താ, തിരക്കുണ്ടായിരുന്നു, ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച നൈറ്റ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് തന്നെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇൻട്രോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ പറയാം. നമ്മൾ വെക്കേഷന് പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ക്രിസ്മസ് വെക്കേഷൻ. പക്ഷെ പറ്റിയില്ല, കാരണം കിരൺ ചേട്ടനും അവർക്കൊക്കെ ആയിട്ട് ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടാവും. അവർ കുറച്ച് ബിസി ആവും. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി, ആ സമയത്ത് പോകാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ സിംഹട്ടോ, അതിന് നിങ്ങൾ കണ്ടോളൂ, ആൾ ഭയങ്കര മാസമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രൈഡേ, അതായത് ജനുവരി 12 പോയിട്ടുണ്ടായിരുന്നത്. രാത്രി 11 മണിയുടെ ട്രെയിനിലായിരുന്നു, ഗുരുവായൂരിന്ന് ട്രെയിനിൽ അങ്ങനെ പോയത്. എന്നിട്ട് രാവിലെ 5:30-6 മണി എന്തോ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ശനിയാഴ്ച മോർണിംഗ് അവിടെ എത്തിയിട്ട് മോർണിംഗ് നമ്മൾ ഇറങ്ങി. പിന്നെ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ട്രെയിനിൽ എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് പിറ്റേ ദിവസം സ്കൂളിൽ വരണമായിരുന്നു. ഞാൻ ഇതുവരെ സ്കൂളിൽ ലീവ് എടുത്തിട്ടില്ല, അതായത് എനിക്ക് ഫുൾ അറ്റൻഡൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തിങ്കളാഴ്ച ലീവ് എടുത്തതിൻ്റെ അറ്റൻഡൻസ് ഒക്കെ പോകും ഗൈസ്, എനിക്ക് പ്രൈസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് മാത്രം പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അറ്റൻഡൻസ് എടുത്തിട്ട് വരും, അങ്ങനെയല്ല, അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ശരിക്കും ലീവ് എടുക്കണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെന്താ, ഇതെന്താ എന്തോ ഒരു ഡിയർ ആണ്, അതിലെന്തോ പേര് കൊടുത്തിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടന്ന് ക്ഷീണിച്ചുകൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കാമായിരുന്നു. പിന്നെ ബ്ലാക്ക് ഷർട്ടാണ് ജിഷാദേട്ടൻ, മറ്റേ ബ്ലാക്ക് ഷർട്ടിൽ ഡിസൈൻ ഉള്ളതാണ് കിരൺ ചേട്ടൻ ഉണ്ടാവും. അപ്പം അങ്ങനെ. പിന്നെ ഇവിടെ ബ്ലാക്ക് ബക്ക് എന്നാണ് ഇതിൻ്റെ പേര്, ഇംഗ്ലീഷിൽ ബ്ലാക്ക് ബക്ക് എന്നാണ് പേര് കാണാനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത കൊമ്പ്, ഒരു പ്രത്യേകത തന്നെ കൊമ്പാണ്, അതാണ് തോന്നുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അവിടെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് മുഖമൊക്കെ തിരിച്ച് കാണിച്ചു കൊടുത്താണ് കേട്ടോ. തൊപ്പിയൊക്കെ ഇട്ടുണ്ടായിരുന്നു, വെയിലടിക്കാതിരിക്കാനേ തോന്നുന്നു. പിന്നെ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാനെടുത്ത് മുടി പൊന്നിട്ടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ. പിന്നെ ഈ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താ, ന്യൂ ഇയറിന് ഞാൻ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ കുറേ പുലികളെയൊക്കെ കണ്ടു കേട്ടോ. അത് പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ടാണ് അവിടെ മ്യൂസിക് കൊടുത്തത്. പുലികളൊക്കെ എല്ലാവരും കണ്ടതല്ലേ, പിന്നെ എന്തിനും ഞാൻ വെറുപ്പിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ല, ലാബ് എൻ്റെ കൈയും പിടിച്ച് നടക്കണ്ടായിരുന്നു. ആൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്വീറ്റ് കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആളിത് ഞങ്ങളൊക്കെ ഇവിടെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം എന്താ നമ്മൾ ക്ഷീണിതയായിട്ട് വീണ്ടും ഇരിക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര വലിയ സൂ ആണ് കേട്ടോ. എല്ലാതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാതും ഉൾപ്പെടുത്തിയിട്ടില്ല മാത്രം കേട്ടോ. അപ്പോൾ ഇതാ സത്യം, ഇതേ പല്ലി ചലിക്കുന്നു ഗൈസ്. പിന്നെ അതായത് നമ്മൾ വീണ്ടും ഒരു മുതലേനെ കണ്ടു. അത് വെള്ളത്തിൽ കിടക്കുന്ന മുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കാശി ഇവിടെ കിടന്നുറങ്ങണ്ടായിരുന്നു, വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പാമ്പില്ലേ ആ ഒരു സെക്ഷനിലോട്ട് പോകാനാണ്. കാരണം ഇവിടെ അനാക്കോണ്ട ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. സോ അതിനെ കാണാനുള്ള ഭയങ്കര ത്വരയായിരുന്നു എനിക്ക്. അപ്പോൾ അവിടേക്ക് എത്തി. ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല, ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണെന്ന് പ്രത്യേകം അവിടെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതുവരെ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അപ്പം തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്, നിർത്തിക്കോ വീഡിയോ എന്ന്. അപ്പോൾ വീഡിയോ കട്ട് ചെയ്തു. ഇതേ കാശി എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ അമ്മേൻ്റെ ഒക്കെ തിരിക്കുന്നുണ്ടാവൻ. അത് കഴിഞ്ഞ് നമ്മൾ ഇതേ സൂവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എക്സിറ്റും എൻട്രൻസ് അവിടെ തന്നെയാണ്. അപ്പോൾ എക്സിറ്റ് വഴി നമ്മൾ പോവാണ്. അപ്പോൾ സൂ മൊത്തം കണ്ട് കറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ്ട് കിരൺ ചേട്ടൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കാണ്ടപ്പോൾ ചിരിച്ചതാണ്. അപ്പം ഞാൻ എന്തോ ചോദിക്കാമായിരുന്നു കിരൺ ചേട്ടൻ്റെ അടുത്ത്, അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഫുഡ് കഴിക്കാനാണോ അങ്ങനെ എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് പോയിട്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഇവിടുത്തെ ബീച്ചിലേക്കാണ്. ശംഖുമുഖം ബീച്ചിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം അറിയപ്പെടുന്നൊരു ബീച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല രസമുണ്ട്. നമ്മൾ ബീച്ചിലേക്ക് കാലം നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, ആകെ നനഞ്ഞ ഡ്രസ്സൊക്കെ കൊളാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് കാറ്റി കൊണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് മറ്റേ ബബിളിൻ്റെ സാധനമൊക്കെ ഒരു മേടിക്കുന്നുണ്ടായിരുന്നു. മറ്റേ പോള വീർപ്പിച്ച് വരുന്ന ആ സാധനമല്ലേ, എന്താ സോപ്പിൻ്റെ സംഭവം, അത് വാങ്ങണ്ടായിരുന്നു. പിന്നെ അമ്മ അത് മൊത്തം ഓടിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് അധികം ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ നീളനെയുള്ള ക്ലിപ്പായിരുന്നു. അത് ഞാൻ ഒരുവിധം സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ആബേദ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാധനം ഇങ്ങനെ വീശിയിട്ട് ഞാനിങ്ങനെ ബബിളാക്കുമ്പോൾ അവൾ വന്ന് കുത്തി പൊട്ടിക്കാൻ നിൽക്കുക. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര വലുതായിരുന്നു. ഇങ്ങനെ കുറേ വലിയ ബബിൾസ് പോകും, അങ്ങനത്തെ ആയിരുന്നു. പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ അവിടെ കൈ നോക്കുന്ന ഒരു അമ്മമ്മനെ കണ്ടു കേട്ടോ. അപ്പോൾ ആളെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പുകളായിരുന്നത്. ഇതിങ്ങനെ നീളനെയുള്ള ക്ലിപ്പായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെ കൈ നോക്കി എൻ്റെ കൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്ര തന്നെ. പിന്നെ അവരെന്തോ എന്താ ഇവിടെ നിൽക്കുന്നത്, നമ്മളത് പോകാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നു കേട്ടോ. ഇനി അടുത്തത് എങ്ങോട്ടാ അങ്ങനെ എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതേ അവിടെ ആബയുടെ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു. ആബയ ചേച്ചിയും ആബയുടെ കൈ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത് അമ്മമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അവിടെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. തൊപ്പിയൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കണം. ഞെറിസ് വാങ്ങിയ തൊപ്പിയായിരുന്നു അത് അവൾ ഇട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇട്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ക്യാമറ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ അപ്പം തന്നെ ഞാൻ നൈസായിട്ട് എൻ്റെ തൊപ്പി അഴിച്ചു. അതിന് ആദ്യം കണ്ടില്ല ക്യാമറ വരുന്നത്. പിന്നെ ക്യാമറേനെ ഒന്ന് കണ്ടപ്പോൾ നൈസായിട്ട് തൊപ്പി ഒന്ന് അഴിച്ചു വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിരൺ ചേട്ടൻ്റെ അപ്പച്ചിയുണ്ട് കേട്ടോ, ആളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ആളെ വർത്താനം ഇവർ ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ അവർ സ്ലാങ് ചെറിയൊരു ട്രിവാൻഡ്രം ടച്ച് ഉണ്ടാവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. ഞാൻ അപ്പച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആളെടുത്ത് പോകുമ്പോൾ ഞാൻ ടാറ്റ ബൈക്ക് കൊടുത്ത് നമ്മൾ ഹഗ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. കാരണം എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സംസം റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ. സംസം അങ്ങനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക. അവിടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് ഇവരുടെ ഫേവറേറ്റ് ഹോട്ടലാണ്. മാത്രമല്ല ഭയങ്കര അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്കായിരുന്നു നൈറ്റത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൽ പോയപ്പോൾ ഫസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ നീളനെയുള്ള ക്ലിപ്പായിട്ടാണ് ഇത്ര സൂമായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ സൂപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞങ്ങളൊക്കെ ഷവായ ആയിരുന്നു. പിന്നെ ഇത് ചിക്കിങ്ങിൻ്റെ സ്ട്രിപ്സ് ഇല്ലേ, അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണികൾക്കൊക്കെ. ഞങ്ങൾ പിന്നെ ഷവായ ആയിരുന്നു, ഞാൻ ഷവായൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫുള്ളാണ് തോന്നുന്നു. പിന്നെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ എന്തൊക്കെയോ. പിന്നെ കുറേ ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ചോക്ലേറ്റ് ഡെസേർട്ടായിരുന്നു, ബ്രൗണിയുടെ മേലെ വാനില ഐസ്ക്രീം വരുന്നത്. പിന്നെ ഞെറിസ് ഇതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും എന്താ ഡെത്ത് ബൈ ചോക്ലേറ്റ് അങ്ങനെ എന്തായിരുന്നു.
പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഞാൻ ആബിയും കൂടെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹോട്ടൽ സംസം റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നന്നായിട്ടൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ ഉള്ളിൽ കളിക്കുന്നുണ്ട് അവിടെ സ്ലൈഡുമേ. അത് കഴിഞ്ഞത് നമ്മൾ സൺഡേ ആണ് പിറ്റേ ദിവസം. ഈ വീഡിയോയിൽ ഫുൾ ട്രിവാൻഡ്രം വ്ളോഗായിരുന്നു കേട്ടോ. ഇവിടെ ആഴിമലയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആഴിമല അത്യാവശ്യം അറിയുന്നുണ്ടാവും നിങ്ങൾക്ക്. മറ്റേ ശിവൻ്റെ ലൈക്ക് ജഡയിൽ നിന്ന് ഗംഗ വരുന്ന ഒരു ടൈപ്പ് വലിയൊരു സ്റ്റാച്ചു ഇല്ലേ, അത് ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ചൂട്, നല്ല വെയിലുണ്ടായിരുന്നു അവിടെ ഉച്ചയ്ക്ക്. ഓൾമോസ്റ്റ് ഉച്ച സമയത്തായി വന്നുകൊണ്ട്. പിന്നെന്താ, ഞാൻ ജീൻസും ടോപ്പായിരുന്നു ഇട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇവിടേക്ക് പോകുന്നേക്ക് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നായത് തന്നെ ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജീൻസും ടോപ്പായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അമ്പലത്തേക്ക് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ശശി എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ വൈഫിൻ്റെ പേര് സംഗീത, ആൻഡ് മോൻ്റെ പേര് ഗൗതം എന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശശി ചേട്ടനും അച്ഛനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് UKG മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ അച്ഛനും കിരൺ ചേട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് 8ാം ക്ലാസ് മുതൽ, അച്ഛനും ജിഷാദേട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് 7ാം ക്ലാസ് മുതൽ കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഞെട്ടിപ്പോയിട്ട്. കാരണം എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ഞാൻ ഞെട്ടിയതും UKG മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് അവരിപ്പോഴും ഉണ്ട് ശശിചേട്ടനായിട്ട്. അപ്പോൾ അവരും ശശിചേട്ടനും ഇവിടെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ആളെയും കൂടെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആളെയും കൂടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണാൻ പോയില്ല, കാരണം എത്ര കാലമുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ കാണാൻ പോകുമല്ലോ. നമ്മളാണെങ്കിൽ ഇവിടേക്ക് തീരെ വരാറില്ല, ഭയങ്കര റെയർ ഓഫ് ദ റെയർ ആയിട്ടാണ് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വന്നു, എൻ്റെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിത് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് നമ്മൾ സംസം റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് വേറെ സംസം. ട്രിവാൻഡ്രം തന്നെ കുറേ അവരുടെ ബ്രാഞ്ചുകളുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് വേറെ സംസമാണ്. അപ്പോൾ അവിടുന്ന് ഷവായി ഉണ്ടായിരുന്നു. പിന്നെ ഞെറിസിന് ഇതേ പാസ്തയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചീസ് പാസ്തയായിരുന്നു. പിന്നെ ഇന്നലത്തെ അതേപോലെ തന്നെ ചിക്കൻ സ്ട്രിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആബയ്ക്കായിരുന്നു കേട്ടോ. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ബർഗർ നല്ല ബർഗറായിരുന്നു കേട്ടോ. വയറൊക്കെ നിറഞ്ഞു വെച്ചാൽ ഭയങ്കരമായിട്ട് വയറൊക്കെ നിറഞ്ഞു വീർത്തു. കാരണം കുറേ കഴിച്ചുകൊണ്ട് എന്തായാലും നമ്മൾ കഴിച്ച് ഓർഡർ ചെയ്തതല്ലേ. പിന്നെ ഇതെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെയാണ് ശശിചേട്ടൻ, ആ സൈഡിലാണ് ഇരിക്കുന്നത്. ശശിചേട്ടനും സംഗീതേച്ചും പിന്നെ അവരുടെ മോനാണ് ഗൗതം. ഞാൻ പറഞ്ഞത് ഗൗതം എന്നാണ് വിളിക്കുക. പിന്നെ അച്ഛനെന്തോ ന്യൂഡിൽസ് ആയിരുന്നു തോന്നുന്നു, എന്തോ സീ ഫുഡ് ഫ്ലേവർ എന്തോ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഡെസേർട്ടായിട്ട് ഞാൻ ഇതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിലെന്തോ ബ്രൗണീസ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാതും കൂടെ ഒക്കെ മിക്സ്ഡ് ആയിട്ട് നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ എന്തായത് ട്രൈ ചെയ്യണം. ഇത് ലവ് ഫോർ ചോക്ലേറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇന്നലെ വാങ്ങിയത് ഡെത്ത് ഫോർ ചോക്ലേറ്റ്, ഇത് ലവ് ഫോർ ചോക്ലേറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അത് കഴിഞ്ഞത് ഇതാണ് സംസം റെസ്റ്റോറൻറ്റ്. ഇത് രണ്ടാമത്തെ സ്ഥലത്തേക്കാണ്. അന്ന് പോയത് വേറെ സ്ഥലത്തേക്ക്, ഇന്ന് പോയത് വേറെ സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മളിത് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും നമ്മൾ ട്രെയിനിൻ്റെ ടൈം ആവാനായി. അപ്പോഴേക്കും ബായൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഭയങ്കര വിഷമത്തിലാണെന്നോട് ഞങ്ങൾ പോയപ്പം എന്തോ പോലെയായി. അത് കഴിഞ്ഞ് നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതേ 3 ബാഗൊക്കെ ഇട്ട് ഭയങ്കര സൂപ്പറായിട്ടാണ്, സൈഡ് ബാഗ്, പിന്നെ മറ്റേ ബാക്ക് പാക്ക്, പിന്നെ കയ്യിൽ പിടിക്കുന്നൊരു ബാഗൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പീക്കാച്ചു ഇല്ലേ ഞെറിസിൻ്റെ കയ്യിലത്തെ, അതിന് ആബ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നാണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞെറിസ് പിടിക്കുന്നത്. ആബ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, കുട്ടാളി ചേച്ചി എടുത്തോ പറഞ്ഞിട്ട്. ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. സ്ലീപ്പറിലല്ല, നോർമൽ ഇരുന്നിട്ട് പോകുന്ന ഒരു സംഭവമില്ലേ, അതിലായിരുന്നു നമുക്ക് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീപ്പർ കിട്ടിയില്ല കേട്ടോ, കാരണം നൈറ്റാണ് സ്ലീപ്പറിൻ്റെ ടൈം, അത് നമുക്ക് സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഈ ടൈമിലാണ് എടുത്തത്. അപ്പം ഞാൻ വിൻഡോ സീറ്റിൽ ആദ്യം തന്നെ കയറിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയി, കുറേ നേരം 7-8 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോറടി സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കുറേ നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇയർഫോണിൽ പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഞെറിസിനും കൂടെ വെച്ച് കൊടുത്തു. അതിന് ഞങ്ങൾ കളിക്കുമായിരുന്നു. കാരണം പാട്ട് വയ്ക്കും, എന്നിട്ട് ഞങ്ങൾ ലിപ്പോണ്ട് ആക്ഷൻ ലിറിക്സ് പാടും, അത് നീര് ഗസ് ചെയ്യണം. അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ പോയിട്ടോ. അപ്പോൾ അവൾക്ക് അറിയാത്ത കുറേ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കളിക്കുമായിരുന്നു. ഞെറിസിൻ്റെ എക്സ്പ്രഷൻസൊക്കെ അതിഭീകരമാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ 1:30ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ. 1 മണി 1:30 ആകുമ്പോഴാണ് വീട്ടിലെത്തി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോസ്. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.